നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അഴിമതിയിലും അവിശുദ്ധ കൂട്ടുകെട്ടിലും മുങ്ങിയ ഇടതു വലതു മുന്നണികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ പാലക്കാടും തൃക്കാക്കരയിലും NDA തേരോട്ടം തുടരുകയാണ്. പിണറായി വിജയനും VD സതീശനും ഒത്തുകളിച്ച് നടത്തുന്ന സഹകരണ സഹായ മുന്നണി രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ച് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും ജനപിന്തുണയിൽ തൃക്കാക്കര പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് അഖിൽ മാരാരും രംഗത്തെത്തിയതോടെ കേരള രാഷ്ട്രീയത്തിൽ താമര വിരിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പിണറായി വിജയനും VD സതീശനും ഒത്തുകളിച്ചാൽ ഒരൊറ്റ നേതാവും ഇനി നിയമസഭ കാണില്ലെന്ന ശോഭാ സുരേന്ദ്രന്റെ സിംഹഗർജനത്തിന് പിന്നാലെ തൃക്കാക്കരയിൽ 50,000 വോട്ടുമായി ചരിത്രം കുറിക്കുമെന്ന് അഖിൽ മാരാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഴിമതി മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുന്ന പോരാട്ടമാണെന്ന് നിസ്സംശയം പറയാം. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. ഇവിടെ മത്സരം NDAയും അവിശുദ്ധ മുന്നണികളും തമ്മിലാണ്. പാലക്കാട്ടെ പോർക്കളത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന വെല്ലുവിളി പിണറായി വിജയന്റെയും VD സതീശന്റെയും ഉറക്കം കെടുത്തുകയാണ്. പറവൂരും ധർമ്മടത്തും എന്ത് ചെയ്യണമെന്ന് NDAയ്ക്ക് കൃത്യമായി അറിയാമെന്നും ഒത്തുകളി തുടർന്നാൽ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ പോലും താമരയ്ക്ക് വോട്ട് ചെയ്യുമെന്നും ശോഭ തുറന്നടിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചാമരം വീശുന്ന പണിയാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരായി സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ മൗനം പാലിച്ച മുഖ്യമന്ത്രി സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധിച്ച അമ്മമാരെ കുറ്റപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണ്. ആറ്റിങ്ങലിൽ താൻ ആക്രമിക്കപ്പെട്ടപ്പോഴും KK ശൈലജ സൈബർ ആക്രമണം നേരിട്ടപ്പോഴും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയുടെ സ്ത്രീ സ്നേഹം ഇപ്പോൾ UDFനെ രക്ഷിക്കാനാണെന്നത് പകൽ പോലെ വ്യക്തം. ഷാഫി പറമ്പിലിന്റെ പെൺവാണിഭ കേന്ദ്രങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷിക്കണമെന്ന ശോഭയുടെ ആവശ്യവും കോൺഗ്രസ് ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം തൃക്കാക്കരയിൽ അഖിൽ മാരാർ എന്ന ജനകീയ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വൻ സ്വീകാര്യത UDFന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. 50,000 വോട്ടുകൾ BJPക്ക് ലഭിച്ചാൽ തൃക്കാക്കരയിൽ താമര വിരിയുമെന്ന് അഖിൽ മാരാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിലവിലെ MLA ഉമാ തോമസിനോടുള്ള കടുത്ത ജനവിരുദ്ധ വികാരവും ഭരണവിരുദ്ധ തരംഗവും വോട്ടായി മാറുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം പാർട്ടി തന്നെ തഴയാൻ ശ്രമിച്ച ഉമാ തോമസിനെ ജനങ്ങൾ കൈവിടുമെന്ന് ഉറപ്പാണ്. BJPയുടെയും 2020യുടെയും കരുത്തുറ്റ സംഘടനാ സംവിധാനവും മഹിളാ വിങ്ങിന്റെ അശ്രാന്ത പരിശ്രമവുമാണ് അഖിൽ മാരാർക്ക് കരുത്തേക്കുന്നത്. RSS നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണം മണ്ഡലത്തിൽ വൻ വോട്ട് വിഹിതം ഉറപ്പാക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിയെ തൃക്കാക്കരക്കാർക്ക് അറിയുക പോലുമില്ലാത്ത അവസ്ഥയാണ്.